നമ്മളൊരു ബന്ധത്തെ വിലകുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളുടെ നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു ബുദ്ധിശൂന്യനാണെന്നല്ല. പകരം നിങ്ങൾക്കൊരു വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്. ആരെയും കാത്തിരിക്കേണ്ട. ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടണം. അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം സ്തംഭിക്കരുത്. ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് ശരിക്കും അത്ഭുതം. തോണി മറിയുമോ എന്ന പേടി അശാന്തിയാണ്. നീന്തലറിയാമെന്ന ധൈര്യമാണ് സമാധാനം ജീവിതത്തിലും. തയ്യാറെടുപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങൾ ഒന്നും തന്നെയില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ നമുക്ക് പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ജീവിതം കണ്ടറിഞ്ഞ് ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യുക. വയസ്സാവും തോറും ആളുകൾ സ്വപ്നങ്ങളുടെ പിന്നാലെ ആവും എന്ന് പറയുന്നത് ശരിയല്ല. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാവുമ്പോൾ അവർക്ക് വയസ്സാവുകയാണ്. മുകളിൽ എത്താനുള്ള വെമ്പലിനിടയിൽ കാൽക്കീഴിൽ ഞെരിഞ്ഞമരുന്ന രോദനങ്ങൾ നാം കേൾക്കാറില്ല. പക്ഷേ ഉയരങ്ങളിൽ എത്തുമ്പോഴും എന്താണ് നേടിയത് എന്നോർത്ത് നാം നിരാശരാകുന്നു. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ആഗ്രഹിച്ച നന്മയേക്കാൾ വേഗത്തിലാണ് ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് ചെന്നു വീഴുന്നത്. മനസ്സിൻ്റെ വഴികളെല്ലാം വഹിക്കുന്ന വയൽവരമ്പുകളാണ് സൂക്ഷിച്ച് നടക്കുക. വേദനിപ്പിച്ച മനുഷ്യരിലേക്ക് ഒരിക്കൽ തിരികെ ചെല്ലണം. ജീവിതം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് കൈകൊടുക്കണം. കരഞ്ഞ റൂമിലേക്ക് ഒന്നൂടെ മടങ്ങിയെത്തണം. വിങ്ങിപ്പൊട്ടിയ നിമിഷങ്ങൾ അതുപോലെ തന്നെ ആത്മാഭിമാനത്തോടെ അത് ഓർത്തെടുക്കുകയും ചെയ്യണം. ധീരമായ കണ്ണുകളോടെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ നടക്കുകയും ചെയ്യണം. വിജയത്തിൻ്റെ തൊട്ടു മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ആത്മവിശ്വാസം നഷ്ടപ്പെടലാണ് യഥാർത്ഥ തോൽവി. തോൽവികളുടെ അതിജീവനമാണ് വിജയങ്ങളുടെ ജനനം ആകുന്നത്. നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖം അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മളെന്ന ചിന്ത വളർത്തുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിന് വില കൽപ്പിക്കുക. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് ഒരു മെഴുകുതിരിയുടെ ആയുസ്സ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ നിങ്ങളുടെ മേൽ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, ഞാൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നും എനിക്ക് കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. ഇന്നിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെയെക്കുറിച്ച് അറിയാനുള്ള ഒരു വഴിയായി. ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കൂ. അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും. എന്താണ് വിജയം? നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി രാത്രി ഉറങ്ങാൻ കഴിയുന്നതാണ് വിജയം. ബാക്കിയുള്ള വിജയങ്ങൾ എല്ലാം അതിന് തൊട്ടു പിന്നാലെയാണ്. ഏറ്റവും വലിയ വിജയം മനസ്സമാധാനം എന്ന കാര്യമാണ്. നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസം സന്തോഷം തരുന്നു. മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു.
രണ്ടിനെയും സമചിത്തത്തോടെ കൈകാര്യം ചെയ്യണം. പലരുടെ ലൈഫിനും നമുക്ക് ഒരു പകരക്കാരൻ്റെ വേഷമേ ഉള്ളൂ. ആരെങ്കിലും തിരിച്ചു വന്നാൽ മാറ്റി നിർത്തേണ്ട പകരക്കാരൻ. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയത്തിൻ്റെ ആദ്യപടി. ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും അരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. 1. ഇത് സത്യമാണോ എന്നുള്ളത്. 2. ഇത് ആവശ്യമുള്ളതാണോ എന്നുള്ളതും. 3. അത് ദയയുള്ളതാണോ എന്നുള്ളതും. ഈ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികൾ നിങ്ങൾക്ക് നേടാൻ ആകുന്നതിൽ പരിമിതികളൊന്നുമില്ല. നിങ്ങൾ സിംഹത്തെ കണ്ടുപഠിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം. വിജയിക്കാനുള്ള ആഗ്രഹം, നേടാനുള്ള ഇച്ഛാശക്തി, മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര, ഇവയാണ് വ്യക്തിഗത മികവിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ എന്ന് പഠനങ്ങൾ പറയുന്നു. ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ധീരമായി മുന്നോട്ടു പോകാൻ ആ മനസ്സിനെ ശക്തിപ്പെടുത്തണം. ആരെയും കാത്തിരിക്കേണ്ട. ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടണം. അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ജീവിതം സ്തംഭിക്കരുത്. ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് ശരിക്കും ഒരു അത്ഭുതമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാതെ ഇന്നിൻ്റെ ദിവസങ്ങളെ ആലോചിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് തിരിച്ചും നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നറിയാൻ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത്, ഒരു കൂട്ടം ആളുകൾ നടന്നു പോകുമ്പോൾ അതിൽ ആരാണോ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ശത്രുവിനോട് ദയ കാണിക്കരുത്. ദയയിൽ നിന്നും കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. അതാണ് നിങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. നാളെയുടെയും ഇന്നലെയുടെയും മധ്യത്തിൽ ഒഴിവുകാലം കടന്നു പോകുന്നു. ഭൂമിയിൽ സ്നേഹം ഇരുന്നു വാങ്ങാനും അതിലൊരു തരി പോലും തിരിച്ചു കൊടുക്കാതിരിക്കാനും ശ്രമിക്കുന്ന ജീവികളിൽ മനുഷ്യരോളം കഴിവ് മറ്റാർക്കുമില്ല. നമ്മളൊക്കെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന മുഖങ്ങൾക്ക് എപ്പോഴും ആയുസ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മനുഷ്യനോട് വീണ്ടുമൊരു അവസരം കൊടുത്ത് ദയ കാണിക്കരുത്. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്ന് പ്രസക്തമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. സൂക്ഷിച്ച് വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എന്തെന്നാൽ എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും തന്നെ കുറയുകയില്ല എന്ന് മനസ്സിലാക്കുക. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും. എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. ഭൂതകാലത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാലോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകളും അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. തെറ്റിദ്ധാരണകൾ വിരുന്നു വന്നപ്പോൾ ഇഷ്ടങ്ങൾക്കുമേൽ അടിച്ചമർത്തലുകൾ കയറിയും ഒടുവിൽ ഈ സ്നേഹത്തെയൊക്കെ ഊതിയടച്ചുകൊണ്ട് അപരിചിതരെപ്പോലെ പടിയിറങ്ങുന്നു. പറയാതെ അറിയുന്നതിൽ നിന്നും പറഞ്ഞിട്ടും അറിയാതെ പോകുമ്പോഴാണ് തീർത്തും അപരിചിതരായി പോയത്. ഏറ്റവും പരിചിതരായി പിന്നീട് അടുത്തറിഞ്ഞ് അപരിചിതരായി മാറിയും ജീവിതം അവസാനിച്ച് അങ്ങനെ പോകും. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ
ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുന്നതാണ്. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിർവികാരരായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ചതിയാണോ നുണയാണോ കൂടുതൽ അപകടകാരി? ചതിയാണെങ്കിൽ നമ്മൾ ഒരു തവണയേ വേദനിക്കുകയുള്ളൂ. എന്നാൽ ഓരോ നുണകളും നമ്മൾ തിരിച്ചറിയുമ്പോഴും അത് നമ്മെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഒരു നുണ മതി നമ്മുടെ എല്ലാ സത്യങ്ങളും ചോദ്യം ചെയ്യപ്പെടാൻ. ചില മനുഷ്യരുണ്ട്, അവർ കൊളുത്തിവെച്ച വെളിച്ചങ്ങളുണ്ട്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായി തുടർന്നു കൊണ്ടേയിരിക്കുന്ന വെളിച്ചങ്ങൾ. മടുപ്പില്ലാതെ അടുപ്പത്തോടെ കഴിയാൻ ഒരു കാരണം നമ്മൾ എപ്പോഴും കണ്ടെത്തണം. 100 കൂട്ടം കാരണങ്ങൾ കിട്ടും. പ്രണയം പ്രാണൻ പങ്കുവെക്കലാണ്. അത് ഒരാഴ്ചത്തേക്ക് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. അത് ഒരായുസ്സിലേക്കാണെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുക. നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നിങ്ങൾ നടന്നകലുക. കാരണം ഒരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് നേരെ എല്ലാ നായകളും കുരയ്ക്കുന്നതാണ്. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചക്കനുസരിച്ചാണ് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വ്യതകൾക്കൊന്നും ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങൾ എത്ര വ്യാകുലപ്പെട്ടതുകൊണ്ടും കാലത്തെ റിവേഴ്സ് ഗിയറിൽ ഓടിക്കാനാകില്ല. തിരുത്താൻ ആകാത്തത് എന്തുതന്നെയായാലും ധൈര്യപൂർവം നിങ്ങൾ അഭിമുഖീകരിക്കണം. സന്തോഷമായി ഇരിക്കണം എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. നമ്മൾ നേടിയ വിജയം ജീവിതത്തിലുടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വെക്കണം എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് മാത്രമേ നയിക്കൂ. നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. വാതിലിലൂടെ കയറുമ്പോൾ അവസരങ്ങൾ ജനലിലൂടെ ഇറങ്ങിപ്പോകും. ഒരിക്കൽ വിജയിച്ചാൽ പിന്നീട് വിജയം വരുമെന്ന് കരുതുന്ന ചിലരുണ്ട്. എല്ലാം ഭദ്രമാണെന്ന് കരുതി നിഷ്ക്രിയ ആയിരുന്നവർ മെച്ചപ്പെടാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെടുക. വേദനകളെ ചിരിച്ചുകൊണ്ട് നേരിടണം എന്നൊക്കെ പറയാറില്ലേ? പക്ഷേ അപ്പോഴും മുറിവുകളൊക്കെ ഉണങ്ങാതെ അങ്ങനെ കിടക്കും. നല്ലോണം കരയാൻ കഴിയുന്ന ഒരു ഭാഗ്യമുള്ളവരാണ്. സങ്കടങ്ങളെ അവർ കണ്ണീര് കൊണ്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. മനുഷ്യരോട് ചെയ്യുന്ന ദുഷ്ടതരം സ്വന്തം വിലാസത്തിൽ അയക്കുന്ന കത്തുപോലെയാണ്. അത് കൃത്യമായി തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ കരയാൻ കഴിയുന്ന ആളുകൾ വളരെ ഭാഗ്യമാണ്. ഒരു തരത്തിൽ കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയ ഒരു തെറ്റിനായി കാത്തിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടണം എന്ന് പഠിപ്പിക്കുന്നത്. മരണസമയം തീരലാണ്. ഇനിയും സമയമുണ്ടല്ലോ എന്ന തെറ്റിദ്ധാരണയാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും അപകടം പിടിച്ച വിചാരം എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കി എന്നാണ്. ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു എന്നതൊന്നും സംബന്ധിച്ച് പ്രസക്തമല്ല. ഇപ്പോൾ ഇവിടെ പുതിയൊരു തുടക്കമിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നതാണ് നിർണായകം.
കഴിഞ്ഞു പോയതും ഭൂതകാലവും ഒന്നും തന്നെ ഇപ്പോൾ പ്രസക്തമല്ല. ഇപ്പോൾ പ്രസക്തമുള്ളത് നമ്മൾ ഇപ്പോഴെന്ത് ചെയ്യുന്നു അതാണ്. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ തന്നെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാനും കഴിയില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും. അയാളുടെ മാനസികാവസ്ഥ പോലെയാണ് അയാളുടെ ജീവിതത്തിലെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. അത് അയാളുടെ ജീവിതത്തെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് സഹായിക്കുന്നതാണ്. ഒരു സ്ത്രീ ഏറ്റവും സത്യസന്ധമായും ആത്മാർത്ഥമായും പെരുമാറിയാൽ അതിനർത്ഥം അവൾ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് എന്ന് മനസ്സിലാക്കുക. സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ്. നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ? ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലല്ല. നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും നമ്മുടെ കൂടെ നിർത്തേണ്ടതും അങ്ങനെയുള്ള മനസ്സുകളെയാണ്. വാശിയും കുശുമ്പും ദേഷ്യവും അസൂയവും മനസ്സിൽ വെക്കുന്ന ആളുകളെയല്ല. നല്ലവരെന്ന് നനച്ചവരിൽ പലരും നല്ലവരല്ല. നല്ലവരായി നടിച്ചവരാണ് നനച്ചവരിൽ പലരും. ചീത്തയല്ല നടനുമില്ലാതെ ജീവിച്ചവരാണ് എല്ലാവരെയും. തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം ചെയ്യുക എന്നത് അസാധ്യമാണ്. നിനക്ക് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെ തന്നെ ആണെങ്കിലും ചെയ്യുന്നത് നന്മ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. ലക്ഷ്യം നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നീ വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന്. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് അവളുടെ ജീവിതം പൂർണ്ണതയിൽ എത്തുമ്പോഴാണെന്ന് പഠനങ്ങൾ പറയുന്നു. പ്രചോദനത്തിനായി ഒരിക്കലും നിങ്ങൾ കാത്തിരിക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു വടിയൂന്നി നിങ്ങൾ അതിനെ പിന്നാലെ പോകുക തന്നെ വേണം. എങ്കിലേ നിങ്ങൾക്ക് വിജയങ്ങൾ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കുന്നു. എന്നാൽ ബന്ധം ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെറിയ ചെറിയ തെറ്റുകൾ പോലും ഒരു വലിയ കാരണമാക്കി അതിൻ്റെ പേരിൽ അവർ പിരിഞ്ഞു പോകുന്നു എന്നതാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും അതുപോലെ തന്നെ നമ്മുടെ പരാജയവും നിശ്ചയിക്കുന്നത്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങളാണെങ്കിൽ ഒരുപാട് നേടിയവനുമാകും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റാൻ കഴിയൂ. നിങ്ങൾ ഒരിക്കലും ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ സാഹചര്യം മാറ്റി നിങ്ങൾ ജീവിതത്തിൽ മുന്നേറി ഉയരങ്ങളിൽ എത്താൻ ശ്രമിക്കുക എപ്പോഴും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.